വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ഡോക്യുമെൻറ്റോ എഗ്രിമെൻറ്റോ ഒക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അതിൽ കോൺക്രീറ്റിൻ്റെ ഗ്രേഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു വീട് നിർമ്മാണത്തിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് കോൺക്രീറ്റാണ് യൂസ് ചെയ്യുന്നത്. കമ്പി ഇട്ടിട്ടുള്ള, അതായത് TMT ബാർ യൂസ് ചെയ്തിട്ടുള്ള റെയിൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്, അതിനെ RCC എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള കോൺക്രീറ്റ്, അതായത് കമ്പിയൊന്നും ഇല്ലാതെ TMT ബാർസ് യൂസ് ചെയ്യാത്ത നോർമൽ കോൺക്രീറ്റ്, അതിനെ പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയും. നമ്മളതിനെ ചുരുക്കത്തിൽ PCC എന്നും പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള 2 കോൺക്രീറ്റാണ് ഒരു വീടിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു വീട് നിർമ്മാണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കോൺക്രീറ്റ് അതിനകത്തുണ്ടാവും. പല സ്റ്റേജിലും കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റ് ഉണ്ടാവും, കോളത്തിൻ്റെ കോൺക്രീറ്റ് ഉണ്ടാവും, ബീമിൻ്റെ കോൺക്രീറ്റ് ഉണ്ടാവും, സ്ലാബിൻ്റെ കോൺക്രീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോൺക്രീറ്റൊക്കെ നമ്മൾ കമ്പി ഇട്ടിട്ടുള്ള കോൺക്രീറ്റാണ്. ഇത് RCC ആയിട്ടുള്ള കോൺക്രീറ്റാണ് ഇത്തരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടൈൽ ചെയ്യുന്നതിന് മുമ്പ് ഫ്ലോർ PCC ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലിന്ത് ബീമിൻ്റെ അടിയിലുള്ള ബെഡ്, ഫുട്ടിങ്ങിൻ്റെ അടിയിലുള്ള ബെഡ്, ഇത്തരത്തിൽ PCC ആയിട്ടുള്ള കോൺക്രീറ്റുകളും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പല ടൈപ്പ് കോൺക്രീറ്റുകളും നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട്, ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺക്രീറ്റുകൾ, ഏത് ഗ്രേഡിലുള്ള കോൺക്രീറ്റുകൾ ഏതൊക്കെ സ്ഥലത്ത് ഏത് ഗ്രേഡ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ മിക്സിംഗ് റേഷ്യോ എങ്ങനെയാണ്, അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു എക്സൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വീടിൻ്റെ തട്ട് വാർക്കുന്ന സമയത്ത് അതിൻ്റെ ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര സിമൻറ്റ് വരും, എത്ര എംസാൻഡ് വരും, എത്ര മിറ്റിൽ വരും, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യേണ്ട സിമൻറ്റ് എത്രയാണ്, എംസാൻഡ് എത്രയാണ്, മിറ്റിൽ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു എക്സൽ ഷീറ്റാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ ഞാൻ ആ എക്സൽ ഷീറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കോൺക്രീറ്റിൻ്റെ ഗ്രേഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ സുബിൻ തോമസ്, അഷെവിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. കോൺക്രീറ്റ് ഗ്രേഡുകളെ കുറിച്ച് പറയുമ്പോൾ M5 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് M80 വരെയുള്ള 17ഓളം കോൺക്രീറ്റ് ഗ്രേഡുകളുണ്ട്. അതിൽ M5 തൊട്ട് M20 വരെയുള്ളതിനെ നമ്മൾ ഓർഡിനറി മിക്സ് എന്നാണ് പറയുന്നത്. M25 തൊട്ട് M45 വരെയുള്ളതിനെ സ്റ്റാൻഡേർഡ് മിക്സ് എന്നാണ് പറയുന്നത്. M50 തൊട്ട് M80 വരെയുള്ള കോൺക്രീറ്റ് മിക്സുകളെ നമ്മൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റുകൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു റെസിഡൻഷ്യൽ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ M5 തൊട്ട് M20 വരെയുള്ള ഓർഡിനറി മിക്സുകളാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് M20 ഗ്രേഡ് എന്ന് പറഞ്ഞൊരു കോൺക്രീറ്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഈ M20 ഗ്രേഡാണ് നമ്മളൊരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കോൺക്രീറ്റ് മിക്സ് എന്ന് പറയുന്നത്. ഈ M20 എന്ന് പറയുമ്പോൾ അതിനകത്ത് M എന്ന് പറയുന്നത് മിക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 20 എന്ന് പറയുന്നത് അതിൻ്റെ കംപ്രഷൻ സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 20 എന്ന് പറയുന്നത് 20 Nm/mm², അതായത് ഈ കോൺക്രീറ്റ് 28 ദിവസം കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെങ്താണ് ഈ 20 Nm/mm² എന്ന് പറയുന്നത്. ഈ കോൺക്രീറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാൽ ഈ 28 ദിവസത്തിൻ്റെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു കോൺക്രീറ്റ് അത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ദിവസം ഏകദേശം 16% സ്ട്രെങ്ത് അത് അറ്റൈൻ ചെയ്യും. 3 ദിവസം ആകുമ്പോഴത്തേനും അത് 40% സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. അതുപോലെ തന്നെ 7 ദിവസം ആകുമ്പോഴത്തേനും ഇത് 65% സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. അതുപോലെ തന്നെ 14 ദിവസം ആകുമ്പോഴത്തേനും ഇത് ഏകദേശം 90% സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. 28 ദിവസം ആകുമ്പോഴത്തേന് 99%, 99% സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. അപ്പം 99% എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഫുൾ സ്ട്രെങ്തിന് ഈക്വലാണ്. അതുകൊണ്ടാണ് 28 ദിവസത്തെ സ്ട്രെങ്ത് നമ്മളെപ്പോഴും പറയുന്നത്. 28 ദിവസം കഴിയുമ്പോഴത്തേനും ഇപ്പോൾ ഈ M20 ഗ്രേഡിനെ കുറിച്ച് പറയുമ്പോഴത്തേനും അതിൻ്റെ അതായത് ഒരു 15 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരു ക്യൂബ് ഉണ്ടാക്കിയിട്ട് ആ ക്യൂബ് 28 ദിവസം വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് CTM കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന സ്ട്രെങ്താണ് ഈ 20 Nm/mm². അപ്പോൾ നമ്മൾ 28 ദിവസം കഴിയുമ്പോഴാണ് എപ്പോഴും ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 28 ദിവസത്തിൽ ഈ കോൺക്രീറ്റ് കിട്ടുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 99%, അതായത് അതിൻ്റെ ഫുൾ സ്ട്രെങ്തിന് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്താണ് അവിടെ ലഭിക്കുന്നത്. അതുപോലെ നമ്മളിത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 ദിവസം കൊണ്ട് ഇതിൻ്റെ 90% സ്ട്രെങ്തും അറ്റൈൻ ചെയ്യും. അപ്പോൾ 14 ദിവസം കൊണ്ട് ഈ 90% സ്ട്രെങ്തും അറ്റൈൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ നനച്ചു കൊടുക്കുന്നതൊക്കെ 14 ദിവസം കൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ തട്ട് പൊളിക്കുന്നത് 14 ദിവസം കഴിഞ്ഞ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയാൻ കാരണം. ഇനി നമുക്ക് മിക്സിലേക്ക് പോകാം. ഒരു കോൺക്രീറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിമൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എംസാൻഡാണ്. അതുപോലെ തന്നെ കോഴ്സ് അഗ്രിഗേറ്റ്, അത് നമ്മൾ 20 mm മിറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ടർ. ഈ 4 കാര്യങ്ങളോട് ചേർന്നിട്ടാണ് ഒരു കോൺക്രീറ്റ് ഫോം ചെയ്യുന്നത്. ഇതിനകത്തെ ആദ്യത്തെ 3 കാര്യങ്ങൾ, അതായത് സിമൻറ്റ്, എംസാൻഡ്, മിറ്റിൽ, ഇതിൻ്റെ റേഷ്യോ ആണ് ഈ മിക്സ് എന്ന് പറയുന്നതിലൂടെ തരുന്നത്. ഇപ്പോൾ M20 എന്ന് പറഞ്ഞ ഗ്രേഡ് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1.5:3 എന്നുള്ളതാണ്. അതിനകത്ത് 1 എന്ന് പറയുന്നത് സിമൻറ്റും 1.5 എന്ന് പറയുന്നത് എംസാൻഡും 3 എന്ന് പറയുന്നത് 20 mm മിറ്റിലുമായിരിക്കും. നമ്മളിപ്പം നോർമലി നമ്മൾ മാനുവലായിട്ടോ മെഷീൻ മിക്സ് ആയിട്ടോ ഒക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 20 mm മിറ്റിലായിരിക്കും.
അതേസമയം നമ്മൾ റെഡി മിക്സ് കോൺക്രീറ്റിലൊക്കെ ആണെങ്കിൽ അത് 65% 20 mm മിറ്റിലും അതുപോലെ തന്നെ ബാക്കി വരുന്ന 35% എന്ന് പറയുന്നത് 12 mm മിറ്റിലുമായിരിക്കും. ഇനി നമുക്ക് നോർമൽ ഒരു വീട് നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ഗ്രേഡിലുള്ള കോൺക്രീറ്റും അതിൻ്റെ മിക്സിംഗ് റേഷ്യോയും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്തും നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ഓർഡിനറി മിക്സുകളാണ് ഒരു വീടിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. അതിൽ ആദ്യത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് M5 ആണ്. ഈ M5ൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:5:10 എന്നുള്ളതാണ്. അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 5 Nm/mm². ഇപ്പോൾ 1:5:10 എന്ന് പറയുമ്പോൾ 1 പാർട്ട് സിമെൻറ്റും 5 പാർട്ട് എംസാൻഡും 10 പാർട്ട് മിറ്റിലും 20 mm മിറ്റിലുമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 7.5 ഗ്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7.5 Nm/mm² ആണ്. അതിൻ്റെ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:4:8 ആണ്. അതുപോലെ തന്നെ M10 എന്ന് പറഞ്ഞ ഗ്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10 Nm/mm² ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:3:6 ആണ്. M15 ഗ്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 15 Nm/mm² ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:2:4 ആണ്. ഇനി M20 ഗ്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20 Nm/mm² ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:1.5:3 എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഓരോ ഗ്രേഡ് കോൺക്രീറ്റും നമ്മുടെ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ M20 ഗ്രേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ്, കോളത്തിൻ്റെ കോൺക്രീറ്റ്, അതുപോലെ തന്നെ ബീമിൻ്റെ കോൺക്രീറ്റ്, പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റ്, സ്ലാബിൻ്റെ കോൺക്രീറ്റ്, അതുപോലെ തന്നെ ലിൻഡൽ ബീമിൻ്റെ കോൺക്രീറ്റ് തുടങ്ങിയ റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റുകൾക്കെല്ലാം ഈ M20 ഗ്രേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കമ്പി ഇട്ടിട്ടുള്ള മിക്കവാറും എല്ലാ കോൺക്രീറ്റുകൾക്കും M20 ഗ്രേഡ് കോൺക്രീറ്റുകളായിരിക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറിൻ്റെ PCC ഇപ്പോൾ ടൈലൊക്കെ ഇടുന്നതിന് മുമ്പ് ഫ്ലോർ നമ്മൾ ലെവൽ ചെയ്തിട്ട് ഒരു പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യും. ആ കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് M10 ഗ്രേഡ് കോൺക്രീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഫുട്ടിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അടിയിൽ ഒരു ബെഡ് പോലെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്ലിന്ത് ബീമിൻ്റെ ബോട്ടത്തിൽ ഒരു PCC ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെ M7.5 ഗ്രേഡ് കോൺക്രീറ്റുകളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്ത് വരുന്നത്. നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് അതായത് കമ്പി ഇട്ടിട്ടുള്ള എല്ലാ കോൺക്രീറ്റുകൾക്കും M20 ഗ്രേഡ് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഈ കൺസ്ട്രക്ഷനിലേക്കൊക്കെ വരുമ്പോൾ ചില ഏരിയകളിൽ അവിടെ കൂടുതലായിട്ട് M15 ആണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കോൺട്രാക്ടറുടെ നിർദ്ദേശപ്രകാരം ചില ക്ലയൻസ് ഈ കോൺക്രീറ്റ് M15 ഗ്രേഡിൽ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പം അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് അത്തരത്തിലൊരു സംശയം വരുന്നത്. നമ്മൾ ചുമ്മാ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, വാട്ട് ഈസ് ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ RCC വർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും M20 ഗ്രേഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വന്ന് ഈ ബൈജൂസിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും M20 ആണ് ഏറ്റവും മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. RCC വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M20 ഗ്രേഡാണ്. അത് ചുമ്മാ പറയുമല്ല, ഇപ്പം അത് IS കോഡ് 456/2000 അനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് റെയിൻഫോഴ്സ്മെൻറ്റ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിലെ ഏത് ഗ്രേഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം IS 456 1978 അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് M15 ഗ്രേഡായിരുന്നു. അപ്പോൾ 2000 അത് റിവൈസ് ചെയ്ത ഈ IS 456 എന്ന് പറഞ്ഞ കോഡ് 2000 റിവൈസ് ചെയ്തതനുസരിച്ചിട്ട് M20 ഗ്രേഡാണ് കമ്പി ഇട്ടിട്ടുള്ള കോൺക്രീറ്റിന് ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ M20 താഴെയുള്ള ഒരു ഗ്രേഡും കമ്പി ഇട്ടിട്ടുള്ള ഒരു കോൺക്രീറ്റിന് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും പറയുന്നതനുസരിച്ചിട്ട് ഏതെങ്കിലും ഗ്രേഡ് ചെയ്യാതെ കൃത്യമായ ഒരു കൺസൾട്ടേഷനോടെ ആ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് തിരഞ്ഞെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ പല ഗ്രേഡുകൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനൊരു എക്സൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിച്ച് നിങ്ങളുടെ മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ കൂടുതൽ ഇപ്പോൾ സ്ലാബിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും M20 ഗ്രേഡ് മിനിമം യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ M20 ഗ്രേഡ് കോൺക്രീറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1.5:3 എന്നുള്ള രീതിയിലാണ് വരുന്നത്. 1 പാർട്ട് എന്ന് പറയുന്നത് സിമെൻറ്റും 1.5 എന്ന് പറയുന്നത് എംസാൻഡും 3 എന്ന് പറയുന്നത് 20 mm മിറ്റിലുമാണ് വരിക. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത എക്സൽ ഷീറ്റ് വഴി എങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ എക്സൽ ഷീറ്റിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഏരിയ ഓഫ് യുവർ സ്ലാബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മഞ്ഞ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഏരിയ എത്രയാണ്, നിങ്ങളുടെ സ്ലാബിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2000 എന്നാണ് കിടക്കുന്നത്. അവിടെ നിങ്ങളുടെ ഏരിയ എത്രയാണോ വരുന്നത് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ തന്നെ സ്ലാബിൻ്റെ തിക്നെസ് ഉണ്ട്.
അത് 10 സെൻറ്റിമീറ്റർ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ 11 12 ഒക്കെ വരുവാണെങ്കിൽ അവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നോർമലി നമ്മൾ 10 ആയതുകൊണ്ട് 10 എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവിടെ ആ 10 കൂടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മൊത്തം സ്ലാബിൻ്റെ വോളിയം നമ്മൾ ഈ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാൽക്കുലേഷനും എം ക്യൂബിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് മീറ്റർ ക്യൂബ് വോളിയത്തിലായിരിക്കും. അതായത് മീറ്ററിലുള്ള നീളം, മീറ്ററിലുള്ള വീതി, മീറ്ററിലുള്ള ഹൈറ്റ്, ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ 18.6 എം ക്യൂബ് എന്നാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതായത് 2000 സ്ക്വയർ ഫീറ്റ് 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ വരുമ്പോൾ 18.6 എം ക്യൂബ് വോളിയം വരും. അതിന് തൊട്ട് താഴെ തന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് M20 ഗ്രേഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കോൺക്രീറ്റിൻ്റെ റേഷ്യോ, മിക്സിംഗ് റേഷ്യോയും കൊടുത്തിട്ടുണ്ട്. 1:1.5:3 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രേഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. M20 എന്നുള്ളിടത്ത് നമ്മൾ M15 ആക്കുകയാണെങ്കിൽ താഴത്തെ റേഷ്യോ 1:2:4 എന്നുള്ളത് നമ്മൾ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റേഷ്യോ ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് താഴേക്കുള്ള മൊത്തം കാൽക്കുലേഷൻസും ചേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതിന് തൊട്ട് താഴെ മെറ്റീരിയൽസ് പെർ എം ക്യൂബ് കോൺക്രീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു എം ക്യൂബിനുള്ള കോൺക്രീറ്റിൻ്റെ കാൽക്കുലേഷൻ. അതായത് നിങ്ങൾ മേളിൽ M20 ഗ്രേഡ് എന്ന് കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിന് വരുന്ന ആ റേഷ്യോ അനുസരിച്ച് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മേളിൽ കൊടുത്തേക്കുന്ന റേഷ്യോ അനുസരിച്ച് ഈ ഭാഗത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. അതായത് ഒരു എം ക്യൂബിനുള്ള മെറ്റീരിയൽ ക്വാണ്ടിറ്റി, ഒരു എം ക്യൂബിന് സിമെൻറ്റ് എത്ര വരും, എം സാൻഡ് എത്ര വരും, 20 mm മെറ്റീരിയൽ എത്ര വരും, അതാണ് ഈ ഭാഗത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ ഡ്രൈ വോളിയം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 1 എം ക്യൂബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു എം ക്യൂബ് ഡ്രൈ വോളിയം. അപ്പോൾ ഡ്രൈ വോളിയം എന്ന് പറയുന്നത് വെറ്റ് വോളിയത്തിലേക്ക് വരുമ്പോഴത്തേനും 1 എം ക്യൂബ് എന്ന് പറയുന്നത് 1.54 എം ക്യൂബ്, അതായത് 54% ഇൻക്രീസ് വരും വെറ്റ് വോളിയം ആകുമ്പോൾ. നമുക്കറിയാം ഇപ്പോൾ എം സാൻഡ് ഒക്കെ ആണല്ലോ ഡ്രൈ ആയിട്ടിരിക്കുന്നതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് താന്നു പോകും. അപ്പോൾ അതിൻ്റെ വോളിയം കുറയും. അതായത് ഒരു എം ക്യൂബ് വോളിയമുള്ള എം സാൻഡിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് 1.54 എം ക്യൂബുള്ള എം സാൻഡിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു എം ക്യൂബായിട്ട് മാറും. അതായത് 54%, 54% വ്യത്യാസം ഉണ്ടാവും. അതാണ് വെറ്റ് വോളിയം ഡ്രൈ വോളിയം എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ആദ്യം സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതിന് ഇക്വേഷൻ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു എം ക്യൂബിന് 403 കിലോ സിമെൻറ്റ് എന്നുള്ളത് അതിനകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1:1.5:3 എന്ന് പറയുമ്പോൾ മൊത്തം 5.5 വരും. അതിനകത്തെ 1 ആണ് സിമെൻറ്റ്. അപ്പോൾ 1/5.5 എന്ന് പറയുന്നതാണ് 0.18 എന്ന് വന്നിരിക്കുന്നത്. അതേ ഇൻറ്റു 1.5 എന്ന് പറയുന്നത് 1.54 ആണ്. അത് കറക്റ്റാക്കിയിട്ട് 1.5 എന്ന് വന്നിരിക്കുന്നതാണ്. അത് വെറ്റ് വോളിയമാണ്. അതേ ഇൻറ്റു 1440 എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 403 കിലോ എന്ന് പറയും. അതായത് ഒരു എം ക്യൂബ് M20 ഗ്രേഡ് കോൺക്രീറ്റിന് 403 കിലോ സിമെൻറ്റ് വേണ്ടി വരും. ഈ 403 കിലോ എന്ന് പറയുന്നത് 8.1 ബാഗാണ്. അതായത് ഒരു ബാഗ് 50 കിലോ ആണ് വരുന്നത്. അത്തരത്തിൽ പറയുമ്പോൾ നമ്മൾ 8.1 ബാഗ് സിമെൻറ്റാണ് നമുക്ക് ഈ മൊത്തം ഒരു എം ക്യൂബ് കോൺക്രീറ്റിന് വേണ്ടി വരിക. ഇനി നമ്മൾ എം സാൻഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ എം സാൻഡിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 0.27 ആണ്. ഈ 0.27 എന്ന് പറയുന്നത് നമ്മൾ മുകളിലെ റേഷ്യോ നമ്മൾ പറഞ്ഞ പോലെ 1:1.5:3 എന്ന് പറയുമ്പോൾ അത് മൊത്തം കൂട്ടുമ്പോൾ തന്നെ 5.5 വരും. അപ്പം എം സാൻഡിൻ്റെ വാല്യൂ ആയ 1.5 / 5.5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഈ 0.27 എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത വാല്യൂ 1.5 എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ വെറ്റ് കോൺക്രീറ്റിൻ്റെ വോളിയമാണ്. 1850 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ എം സാൻഡിൻ്റെ ഡെൻസിറ്റിയാണ്. അങ്ങനെ ടോട്ടലി നമ്മൾ അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് മൊത്തം 777 കിലോ എം സാൻഡ് എന്നുള്ളത് കിട്ടും. ഈ 777 കിലോ എന്ന് പറയുന്നത് 0.42 എം ക്യൂബാണ്. അത് 14.8 ക്യൂബിക് ഫീറ്റ് ആണ്. അങ്ങനെ എം സാൻഡിൻ്റെ വാല്യൂ മൊത്തത്തിൽ നമുക്ക് അവിടുന്ന് കിട്ടും. അതുപോലെ ഇതിൻ്റെ 20 mm മെറ്റീരിയലിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും. 1700 എന്ന് പറയുന്നത് 20 mm മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയാണ്. അങ്ങനെ 1428 കിലോ വരും, 0.84 എം ക്യൂബ് വരും, 29.7 ക്യൂബിക് ഫീറ്റ് വരും. അതിൻ്റെ എല്ലാം കാൽക്കുലേഷൻ ഞാൻ ഇതിനകത്ത് ഷീറ്റിൽ തന്നെ ആഡ് ചെയ്തിട്ടേക്കുവാണ്. അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് തോന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു എം ക്യൂബിന് വേണ്ട സിമെൻറ്റും എം സാൻഡും 20 mm മെറ്റീരിയലും നിങ്ങൾക്ക് കിട്ടും. അതിന് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബിന് വേണ്ട മെറ്റീരിയൽ അതിനകത്ത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എം ക്യൂബ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ എത്ര എം ക്യൂബാണ് വന്നിരിക്കുന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിമെൻറ്റ് നമുക്ക് മൊത്തം 149.9 ബാഗ് വരും. എം സാൻഡ് 275.7 ക്യൂബിക് ഫീറ്റ് വരും. 20 mm മിറ്റിൽ 551.3 ക്യൂബിക് ഫീറ്റ് വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മേളിൽ നമ്മുടെ സ്ക്വയർ ഫീറ്റ് നമ്മൾ മുകൾ ഭാഗത്ത് നമ്മൾ നമ്മുടെ സ്ലാബിൻ്റെ ഏരിയ കൊടുക്കേണ്ടടുത്ത് ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ മെറ്റീരിയൽ എത്ര വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഓരോ ഗ്രേഡ് കോൺക്രീറ്റിലും ഇതിൻ്റെ റേഷ്യോ അനുസരിച്ച് എത്ര മെറ്റീരിയൽ വേണമെന്നുള്ളത് നമുക്ക് ഈ എക്സൽ ഷീറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ വീഡിയോയിലൂടെ കോൺക്രീറ്റിൻ്റെ പല ഗ്രേഡുകളെക്കുറിച്ചും അത് നമ്മുടെ ഒരു വീട് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലായി കാണും. അപ്പോൾ M20 ഗ്രേഡ് എന്ന് പറയുന്നത് റെയിൻഫോഴ്സ്മെൻറ്റ് സിമെൻറ്റ് കമ്പി ഇട്ടിട്ടുള്ള ഏത് കോൺക്രീറ്റിനും നമ്മൾ മിനിമം യൂസ് ചെയ്യേണ്ട ഗ്രേഡ് M20 ഗ്രേഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും.
അപ്പോൾ നമ്മുടെ വീട് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ പ്രധാനപ്പെട്ട പല വാർക്കുകളും അല്ലെങ്കിൽ സ്ലാബിൻ്റെ കൺസ്ട്രക്ഷനോ പില്ലറിൻ്റെ കൺസ്ട്രക്ഷനോ ഒക്കെ നടക്കുന്ന സമയത്ത് M20 ഗ്രേഡ് തന്നെ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇപ്പം കോൺക്രീറ്റിൻ്റെ ഗ്രേഡിനെ പറ്റിയും അതിൻ്റെ മിക്സിംഗ് റേഷ്യോനെ പറ്റിയും അതിൻ്റെ സ്ട്രെങ്തിനെ പറ്റിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.